നമസ്കാരം. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള പല കാര്യങ്ങളും എത്ര ശ്രമിച്ചിട്ടും അത് നടക്കാത്ത അവസ്ഥയിലൊക്കെയാണ്. അത് കുടുംബജീവിതമാവാം, സാമ്പത്തിക പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളാവാം, എന്തുമാവാം. നേരെ ആവണം അല്ലെങ്കിൽ ശരിയാവണം, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആവണം എന്ന് കരുതിയിട്ട് ഇതൊന്നും നടക്കാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യുക. ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്കതിന് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ കഴിയും. തീർച്ചയായിട്ടും അതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങളുടെ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്നതാണ്. അധികവും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ വരുന്നത് കൂടുതലും നമ്മൾക്കതിലുള്ള തടസ്സങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ്. തടസ്സങ്ങൾ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള നെഗറ്റീവ് എനർജി അതിശക്തമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് നല്ല കാര്യങ്ങളിലൊന്നും നമുക്ക് ഒരു പുരോഗമനം ഉണ്ടാവാത്തത്. അതല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് വന്നു ചേരാത്തത്. നമുക്ക് കൂടുതലും ദോഷകരമായ കാര്യങ്ങൾ, നമുക്ക് മാനസിക വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം വന്നു ചേരുന്നത് അതുകൊണ്ടാണ്. നിങ്ങളിൽ എത്രത്തോളം പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നിറക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എത്രത്തോളം പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് പുറത്തോട്ട് പോകുന്നോ അതിനനുസരിച്ച്, ആ വൈബ്രേഷൻ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നടക്കുന്നത്. അതിന് പല ആളുകളും മെഡിറ്റേഷനും പല കാര്യങ്ങളും ചെയ്തിട്ട് അതൊന്നും ശരിയാവാത്ത അവസ്ഥ ഉണ്ടാവും. കാരണം മെഡിറ്റേഷനൊക്കെ ഇരിക്കുമ്പോൾ അധികം ആളുകൾക്ക് അതിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് വേണ്ട, ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ വന്നിട്ട് അത് ഉപേക്ഷിക്കുന്നത്, അതല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കാതെ വരുന്നത്. പല ആളുകളും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും അങ്ങനെ പലതും ഉപയോഗിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കുമെന്നല്ലാതെ വലിയ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന അവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അതിനുള്ളത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മൾ പോസിറ്റീവായി നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ തുടരെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ സാമ്പത്തിക പ്രശ്നവും അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളും നമുക്കിങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും പെട്ടെന്ന് പോസിറ്റീവായി നിലനിൽക്കുക എന്നുള്ളത് നടക്കുന്നൊരു കാര്യമല്ല. കാരണം നമ്മൾക്ക് ഈ നെഗറ്റീവിനെ കുറിച്ച് ചിന്തിച്ചേ പറ്റൂ. സാമ്പത്തിക പ്രയാസമാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചേ പറ്റൂ. ചിന്തിക്കാതിരുന്നിട്ട് നമുക്കതിനൊരു പരിഹാരം കണ്ടെത്താനോ ഒന്നും പറ്റില്ല. അതുപോലെ തന്നെ ജീവിതത്തിലുള്ള നമ്മളെ സ്നേഹിക്കുന്നവരോ അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റുള്ളവരോ മക്കളോ ആരോ ആയിക്കോട്ടെ, നമ്മൾ പറയുന്നത് അനുസരിക്കാതെ അല്ലെങ്കിൽ നമ്മളോടൊരു സ്നേഹമില്ലാതെയും പെരുമാറുമ്പോൾ ഓട്ടോമാറ്റിക്ക് നമുക്ക് ആ ചിന്തകൾ തന്നെ വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, എന്നോട് മാത്രം എന്താ ഇങ്ങനെ എന്നുള്ള ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മളത് എത്ര തടയാൻ നോക്കിയാലും അത് തടയും തോറും കൂടുതൽ ആ ചിന്തകൾ വരികയാണ് ചെയ്യുക. നമ്മൾ ആ ചിന്തകളെ വരരുതെന്ന് ചിന്തിച്ചാൽ കൂടുതലും ആ ചിന്തകൾ തന്നെ ആയിരിക്കും വരിക. അങ്ങനെയുള്ള ചിന്തകൾ വന്നാൽ തന്നെ നമുക്ക് ഒരു ജോലിയും ഒരു കാര്യവും ചെയ്യുന്നതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഭക്ഷണം കഴിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഇതേക്കുറിച്ച് ചിന്ത. ഭക്ഷണം നേരാവണ്ണം കഴിക്കാൻ പോലും പറ്റാതെ പല ആളുകൾക്കും പല അസുഖങ്ങൾ വരെ വരും, ഡിപ്രഷനിലേക്ക് പോകും. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെ പരമാവധി നിങ്ങൾ കഴിയുന്നത്ര പോസിറ്റീവായി നിൽക്കുക. അതിനുള്ള മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ പരിശീലിക്കേണ്ടവർക്ക് അതൊക്കെ പരിശീലിക്കാവുന്നതാണ്. പലരും പരിശീലിച്ച് പറ്റാത്തവർക്കാണ് ഞാൻ പറഞ്ഞത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അതിന് ഉള്ള ടെക്നിക്കും കാര്യങ്ങളും എന്ത് ചെയ്യണം, ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളായിരിക്കും. അത് എന്താണ് നോക്കി അതിന് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് എല്ലാവർക്കും ഒന്ന് ചെയ്തിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നോക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് ആ കാര്യത്തിൽ കൂടുതൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. അവർക്ക് അപ്പോഴാണ് ജീവിതത്തിൽ കുറേശ്ശെ അവർ ഓരോ കാര്യം ചെയ്യുമ്പോൾ അത് കുറേശ്ശെ നടക്കുന്നുണ്ട് എന്ന് തോന്നൽ വരുമ്പോൾ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കും ഈ ചെയ്യുന്നവർക്കും ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് കുറേ ചെയ്ത് ഒരു ഗുണമില്ലാന്ന് തോന്നിയാൽ അവിടെ വെച്ച് നിർത്തി പോകാനാണ് എല്ലാവരും സാധ്യത. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ
നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതം ലഭിക്കട്ടെ, അല്ലെങ്കിൽ സന്തോഷകരമായ ജീവിതം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.